പിതാവിന്റെ ശിക്ഷണത്തിൽ കരാട്ടെ അഭ്യസിച്ച സൂരജ് കുമാർ ലോക ചാമ്പ്യനാകാൻ കസാഖിസ്ഥാനിലേക്ക്. ലോക കരാട്ടെ ടൂർണമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയാണ് ആലുവ ചൂർണിക്കര സ്വദേശി സൂരജ് കുമാർ. ഏഷ്യൻ മത്സരത്തിൽ പങ്കെടുക്കുന്ന സൂരജ് കുമാറിന് ആലുവ പൗരാവലി ഗംഭീര യാത്രയപ്പൊരുക്കി. പത്മശ്രീ ടോണി ഫെർണാണ്ടസ് യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോക കരാട്ടെ ടൂർണമെന്റിന് കസാഖിസ്ഥാനിലേക്ക് ഏക മലയാളിയായിട്ടാണ് ആലുവ ചൂർണിക്കര സ്വദേശി സൂരജ് കുമാർ തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്വയരക്ഷ ജീവിതത്തിനും അച്ഛൻ്റെ ഇത് തന്നെ. ഞാൻ ഇതാവണത് തൊട്ടേ അച്ഛൻ്റെ ഒപ്പം നടക്കുമായിരുന്നു. അച്ഛനാണ് ഗുരു. ഞാൻ 5ാം വയസ്സിലാണ് നമ്മുടെ സ്കൂളിൽ മെമ്പർഷിപ്പ് വന്നത്. പക്ഷെ അതിനു മുമ്പേ ക്ലാസ്സുകളുടെ ഇടയിൽ കൂടെ നടന്ന് അങ്ങനെയാണ് 5ാം വയസ്സിൽ തുടങ്ങിയത്. ഞാനും എൻ്റെ അനിയനും കൂടിയാണ് ഒരുമിച്ചാണ് ജോയിൻ ചെയ്തത്. അന്തർദേശീയ മത്സരം ആദ്യമായിട്ടാണ് എനിക്ക് കേരളത്തിൽ നിന്ന് ഒരാൾക്ക് പോകാനൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഈ മാസം 21 മുതൽ 25 വരെയാണ് മത്സരം. 3 വട്ടം ദേശീയ ചാമ്പ്യനായിരുന്ന സൂരജ് കുമാർ കഴിഞ്ഞ മാസം ചെന്നൈയിൽ നടന്ന ദേശീയ ടൂർണമെന്റിൽ ചാമ്പ്യനായാണ് ലോക കരാട്ടെ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയത്. പിതാവ് AS സുരേന്ദ്രകുമാർ നടത്തുന്ന OKSK കരാട്ടെ സ്കൂളിലാണ് 5ാം വയസ്സു മുതൽ സൂരജ് കുമാർ കരാട്ടെ അഭ്യസിച്ചു തുടങ്ങിയത്. AS സുരേന്ദ്രകുമാർ ദേശീയ കരാട്ടെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. എൻ്റെ സ്റ്റുഡൻസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അന്തർദേശീയ മത്സരത്തിന് ഒരു അവസരം കിട്ടണേ. ഒരു ദേശീയ ചാമ്പ്യന്മാരായിട്ട് പലരും വന്നിട്ടുണ്ട് പല വർഷങ്ങളിലായിട്ട്. ഞങ്ങൾ OKSK എന്നുള്ള കരാട്ടെ സ്കൂൾ ശരിക്കും 80-ൽ ആണ് ഞങ്ങൾ ശരിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതലാണ് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന് ആൾക്കാർ എടുത്താൻ തുടങ്ങിയത്. 77 മുതൽ ഞങ്ങൾ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ 2000 ചില്ലാനം പേര്, ഇപ്രാവശ്യം ഒരു 38 പേർക്കും കൂടി ബ്ലാക്ക് ബെൽറ്റ് കിട്ടും. അങ്ങനെ 2000-ൽ കൂടുതൽ ആളുകൾക്ക് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഈ 29, 30, 31 ഞങ്ങളുടെ ക്യാമ്പ് കിടക്കുന്നുണ്ട്. ആ ക്യാമ്പിലും 50-ന് താഴെ കുട്ടികൾ ബ്ലാക്ക് ബെൽറ്റിന് ഇരിക്കും. മറ്റു കുട്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് മകൻ എന്ന ശിഷ്യൻ പ്രത്യേകത എന്തായി? അന്തർദേശീയ തലത്തിലേക്ക് വീരാൻ തരത്തിലുള്ള പ്രത്യേകത അങ്ങനെ ഞങ്ങൾ മകൻ എന്നുള്ള രീതിയിൽ മാത്രമൊന്നും ഇത് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ എല്ലാ സ്റ്റുഡൻസും ഒരേപോലെ തന്നെ ഞങ്ങൾ. പക്ഷേ കുറേ അവസരങ്ങൾ കിട്ടിയത് ഇവനാണ്. ആ രീതിയിലാണ് ഇവനും അനിയൻ്റെ മകനും ഒരേപോലെയാണ് പഠിച്ചത്. 2 പേരും ഇപ്പോൾ 5th Dan ബ്ലാക്ക് ബെൽറ്റ് കിട്ടും ഈ 31-ാം തീയതി. കരാട്ടെ ഒരു സ്വയം പ്രതിരോധ കലയാണല്ലോ. അതിൽ തന്നെ പെൺകുട്ടികൾക്ക് ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേക മൂവ്മെൻറ്റുകളും കൂടി അവർക്ക് കറക്റ്റ് ചെയ്യും. സാധാരണ ഒരു ബെൽറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കൂടുതൽ അവർക്ക് പ്രതികരിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ ഗവൺമെൻറ് വർഷത്തിൽ 15 ദിവസം എന്നൊക്കെ പറഞ്ഞ് കരാട്ടയ്ക്ക് ഇത് വന്നു. ഇപ്പോൾ 2-3 സ്കൂളിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് ഉള്ളത്. അത് 15 ദിവസമാണ് അതിൻ്റെ. അപ്പോൾ ഞങ്ങൾ ആ സ്വയം പ്രതിരോധിക്കാനുള്ളൊരു കഴിവും പ്രതികരിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനോടകം 26-കാരനായ സൂരജ് കുമാർ 5 ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട്. നിരവധി വിദ്യാലയങ്ങളിൽ കരാട്ടെ അഭ്യസിച്ചു വരുന്നു. ഏഷ്യൻ മത്സരത്തിൽ പങ്കെടുക്കുന്ന സൂരജ് കുമാറിന് ആലുവ പൗരാവലി ഗംഭീര യാത്രയപ്പ് ചടങ്ങൊരുക്കി. പത്മശ്രീ ടോണി ഫെർണാണ്ടസ് യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു ഉദാഹരണം പോലെ ഇനിയും ധാരാളം ഗോൾഡ് മെഡലുകൾ കേരളത്തിൽ കൊണ്ടുവരട്ടെ ഞാൻ ആശംസിക്കുകയാണ്. ഇദ്ദേഹത്തെ നമുക്ക് കേരളത്തിനൊരു അഭിമാനമാണ്. അതായത് ഈ സെലക്ഷനിൽ കേരളത്തിൽ നിന്ന് മാത്രമേ കേരളത്തിന് ഒരാളെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് സുരേഷ് കുമാറാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു കരാട്ടെ കുടുംബമെന്ന് ഞാൻ പറയാം.
ചടങ്ങിൽ ജോസ് മാവേലി, ഡോക്ടർ CM ഹൈദരാലി, K ജയപ്രകാശ്, MN ഗോപി, സേവ്യർ പുൽപ്പാട്, ജോബി തോമസ്, AP ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പിതാവിനെ പോലെ തന്നെ കരാട്ടെ അധ്യാപനം ഉപജീവനമാർഗം കൂടിയാക്കിയ സൂരജ് ഇന്ത്യക്കു വേണ്ടി ലോക കരാട്ടെ ചാമ്പ്യൻ പദവി നേടാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ. നല്ല നാടൻ ഐറ്റംസ് മുതൽ അറബിക്, ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിലെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.